Good morning, dear students. Good morning. എല്ലാവരും സ്റ്റഡി ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? എങ്കിൽ നമുക്ക് കുറച്ച് GK സ്റ്റഡി ചെയ്താലോ? ഓക്കെ, നമ്മൾ ഇന്ന് എക്സാം ഒക്കെ കഴിഞ്ഞു. അടുത്ത് നമ്മൾ എക്സാം ഏതായിരുന്നു? അല്ലേ, 7th ചാപ്റ്റർ വരെയായിരുന്നു സ്റ്റഡി ചെയ്ത് നിർത്തിയത്. അപ്പോൾ നമുക്കിനി ബാക്കി ചാപ്റ്റർ സ്റ്റഡി ചെയ്യാം. നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്ന ചാപ്റ്റർ 8 ഇന്ത്യ മോഡേൺ ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സ്. ഇല്ലേ, എന്താണ് ഇന്ത്യയുടെ ആധുനിക വാസ്തുവിദ്യാഘടന, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അത് ഫസ്റ്റ് എന്താ നോക്കിക്കേ. ദ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ആഫ്റ്റർ റീഡിംഗ് ദ ഗിവൺ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ് പിക്ചർ. ഇപ്പൊ നമുക്ക് കുറെ എന്താണ് ഇന്ത്യയിലെ ആർക്കിടെക്ചറൽ സ്ട്രക്ചറിന്റെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്, നമുക്ക് ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക, എന്നിട്ട് ആ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഒരു പിക്ചർ കണ്ടല്ലോ, ഇനി അതിന്റെ സൈഡിലുള്ള ഡിസ്ക്രിപ്ഷൻ എന്താന്ന് നോക്കാം. ടീച്ചർ വായിക്കാം, നോക്കിക്കേ. ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ഹോം ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ന്യൂ ഡൽഹി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 floors with 340 rooms. The Mughal garden situated at its back feature a great variety of flowers. എന്താ കൊടുത്തേക്കുന്നത് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ഹോം ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. ഇപ്പൊ എന്താണ്, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ഭവനമാണ് നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ. എല്ലാവർക്കും ക്ലിയർ ആയ എന്താണ്, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ഭവനമാണ് ഈ നമുക്ക് തന്നിരിക്കുന്ന ആ പിക്ചർ. ഫസ്റ്റ് പിക്ചർ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 floors വിത്ത് എന്താണ് 340 റൂംസ്. ഇല്ലേ, എത്രയാണ് 340 മുറികളുള്ള 4 നിലകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. ദ മുഗൾ ഗാർഡൻ സിറ്റുവേറ്റഡ് അറ്റ് ഇറ്റ്സ് ബാക്ക് ഫീച്ചർ എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ എന്താണ്, മുഗൾ ഗാർഡൻസ് ഈ ഒരു നമുക്ക് തന്നേക്കുന്ന ആ ഒരു പിക്ചറില്ലേ, ആ ഒരു കെട്ടിടത്തിന്റെ ബാക്കിലാണ് നമ്മുടെ മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഗാർഡന്റെ പ്രത്യേകത എന്താ, വൈവിധ്യമാർന്ന പൂക്കൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പൂക്കൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ മുഗൾ ഗാർഡൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് വായിച്ചിട്ട് ഈ ഒരു മോഡേൺ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ഹോം ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. ഇപ്പൊ എന്താണ്, ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ഭവനമാണിത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 floors വിത്ത് 340 റൂംസ്. എന്താണ്, 340 മുറികളുള്ള 4 നിലകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത്. ദ മുഗൾ ഗാർഡൻ സിറ്റുവേറ്റഡ് അറ്റ് ഇറ്റ്സ് ബാക്ക്. എന്താണ്, മുഗൾ ഗാർഡൻ ഈ ഒരു കെട്ടിടത്തിന്റെ ബാക്കിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഫീച്ചർ എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ മുഗൾ ഗാർഡന്റെ പ്രത്യേകത എന്താണ്, അവിടെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കിയിട്ട് ഈ സൈറ്റ് ഏതാണ് അല്ലെങ്കിൽ ഈ ഒരു മോഡേൺ എന്താണ് ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി പിക്ചർ നോക്കി പറയാം. നോക്കിക്കാൻ ആർക്കെങ്കിലും അറിയാമോ? ടീച്ചർ പറയട്ടെ, നമ്മുടെ ഫസ്റ്റ് ആൻസർ ആണ് ഏത്, രാഷ്ട്രപതി ഭവൻ. എന്താണ്, രാഷ്ട്രപതി ഭവൻ. നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്താണ്, രാഷ്ട്രപതി ഭവൻ. ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് തന്നിരുന്ന ക്ലൂ? ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ഹോം ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ഭവനമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 floors വിത്ത് 340 റൂംസ്. ഇല്ലേ, 340 മുറികളോട് കൂടിയ 4 നിലകളുള്ള ഒരു കെട്ടിടമാണിത്. ദ മുഗൾ ഗാർഡൻ സിറ്റുവേറ്റഡ് അറ്റ് ഇറ്റ്സ് ബാക്ക്. ഇതിന്റെ ബാക്കിലായിട്ട് മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുഗൾ ഗാർഡന്റെ പ്രത്യേകത എന്താണ്, ഫീച്ചർ എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ എന്താണ്, വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ആ പിക്ചറിൽ നമ്മൾ ആൻസർ എന്തോ എഴുതണം, രാഷ്ട്രപതി ഭവൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ആൻസർ എഴുതിയോ, രാഷ്ട്രപതി ഭവൻ. നമുക്ക് സെക്കൻഡ് പിക്ചർ നോക്കിയാലോ. അടുത്ത ഡിസ്ക്രിപ്ഷൻ നോക്കേ. ടെമ്പിൾ കംപ്ലീറ്റഡ് ഇൻ 1986 is situated in Delhi. അപ്പോൾ ഇതെന്താണ്, 1986 പൂർത്തിയാക്കിയ അല്ലെങ്കിൽ പൂർത്തിയായ ഈ ക്ഷേത്രം എവിടെയാണ്, ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇല്ലേ, നോക്കിക്കേ. The temple completed in 1986
ഈ സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി. ഇത് എന്നാ പൂർത്തിയാക്കിയത്? 1986. 1986 പൂർത്തിയാക്കിയ ഈ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയില്. ദിസ് ടെമ്പിൾ ലുക്സ് ലൈക്ക് എ ലോട്ടസ്. ഇത് എങ്ങനെയാണ് കാണാൻ? ഒരു താമര പോലെ, ഒരു ലോട്ടസ് പോലെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പേർഷ്യൻ ആർക്കിടെക്ട് ആരാ നോക്കിക്കേ? ഫാരിബോസ് സഹ്ബ അല്ലേ? ഫാരിബോസ് സഹ്ബ built the awesome architecture. അപ്പൊ ഈ ഒരു ക്ഷേത്രം അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ടെമ്പിളിന്റെ വാസ്തുവിദ്യ ചെയ്തത് ആരാണ്? പേർഷ്യൻ ആർക്കിടെക്ചറായ ഫാരിബോസ് സഹ്ബ. അപ്പം ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചിട്ട് ആ ഒരു പിക്ചർ ഏതാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. ദിസ് ടെമ്പിൾ കംപ്ലീറ്റഡ് ഇൻ 1986 is situated in ഡൽഹി. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന 1986 പണി കഴിപ്പിച്ച ഒരു ടെമ്പിൾ ആണിത്. ദിസ് ടെമ്പിൾ ലുക്ക് ലൈക്ക് എ ലോട്ടസ്. ഈ ടെമ്പിൾ കാണാൻ എങ്ങനെയാണ്? ഒരു ലോട്ടസ്, ഒരു താമര പോലെ ഇരിക്കുകയാണ്. പേർഷ്യൻ ആർക്കിടെക്ട് ഫാരിബോസ് സഹ്ബ built the awesome architecture. അപ്പൊ എന്താണ് ഈ ഒരു ടെമ്പിളിന്റെ ആർക്കിടെക്ചറിലെ വാസ്തുവിദ്യ ചെയ്തതാരാണ്? ഒരു എന്താണ് ഓസം ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. എന്താണ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വാസ്തുവിദ്യ ചെയ്തതാരാണ്? പേർഷ്യൻ ആർക്കിടെക്ചറായ ഫാരിബോസ് സഹ്ബയാണ്. ഏതായിരിക്കും ടെമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ പിക്ചർ ഏതാ? ലോട്ടസ് ടെമ്പിൾ. എന്താണ്? ലോട്ടസ് ടെമ്പിൾ. ആ പിക്ചർ ഏതാണ്? ലോട്ടസ് ടെമ്പിൾ. മനസ്സിലായില്ലേ? നമുക്ക് നെക്സ്റ്റ് പിക്ചറിലോട്ട് പോയാലോ? അടുത്ത തേർഡ് നോക്കിക്കേ. ഓൾസോ നോൺ ആസ് സ്വാമി നാരായൺ ടെമ്പിൾ. ഇറ്റ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന ഇൻ ന്യൂഡൽഹി. അപ്പൊ എന്താണ്? ന്യൂഡൽഹിയിലെ അല്ലെ യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ടെമ്പിൾ ആണിത്. ഈ ടെമ്പിളെ നമ്മൾ സ്വാമി നാരായൺ ടെമ്പിൾ എന്നും വിളിക്കാറുണ്ട്. ദ മജസ്റ്റിക് സ്ട്രക്ചർ ഓഫ് ദിസ് ടെമ്പിൾ കൺസിസ്റ്റ് ഓഫ് 234 curved pillars, 9 domes, Gajendra peak, and about 20,000 sculptures of saints and devotees. എന്താ ടീച്ചർ പറഞ്ഞത്? ഈ ക്ഷേത്രത്തിന്റെ അവരെന്താണ് ഗംഭീരമായ ഒരു ഘടനയിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നു? 234 curved pillars. എന്താണ്? 234 കൊത്തിയെടുത്ത തൂണുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 9 domes. Domes means താഴികക്കുടങ്ങൾ. അപ്പൊ 9 താഴികക്കുടങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ഗജേന്ദ്ര പീഠം. എന്താണ്? ഇല്ലേ? ഗജേന്ദ്ര പീഠവും അതുപോലെ തന്നെ 20,000 എന്താണ് വിശുദ്ധരായിട്ടുള്ള ആരെയൊക്കെയാണ്? വിശുദ്ധരുടെയും ഭക്തരുടെയും ഒക്കെ 20,000 ശില്പങ്ങളും ഈ ഒരു ക്ഷേത്രത്തിന്റെ ഘടനയിൽ ഉൾപ്പെടുന്നുണ്ട്. ടീച്ചർ പറഞ്ഞത് ഈ ടെമ്പിളിനെ ആൾസോ നോൺ ആസ് സ്വാമി നാരായൺ ടെമ്പിൾ. ഈ ഒരു ടെമ്പിളിനെ നമ്മൾ സ്വാമി നാരായൺ ടെമ്പിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ലൊക്കേറ്റ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ യമുന നദിയുടെ തീരത്താണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. The majestic structure of this temple consists of 234 curved pillars. എന്താണ് ഈ ഒരു ഘടനയിൽ, ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഘടനയിൽ നമുക്ക് 234 കൊത്തിയെടുത്ത തൂണുകളും അതുപോലെ തന്നെ 9 domes. Domes means താഴികക്കുടങ്ങൾ, 9 താഴികക്കുടങ്ങളും ഗജേന്ദ്ര പീഠം ഇല്ലേ? ഗജേന്ദ്ര പീഠവും അതുപോലെ തന്നെ about 20,000 sculptures of saints and devotees. അതായത് വിശുദ്ധരുടെയും ഭക്തരുടെയും ആയിട്ടുള്ള എന്താണ് 20,000 ശില്പങ്ങളും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഘടനയിൽ ഉൾപ്പെടുന്നുണ്ട് ഇല്ലേ? നമുക്ക് കാണാൻ പറ്റും. ഏതായിരിക്കും ക്ഷേത്രം? നിങ്ങൾക്ക് അറിയാമോ? ഏതാണെന്നറിയാമോ? അക്ഷർധാം ടെമ്പിൾ. എന്താ നമ്മുടെ ടെമ്പിളിന്റെ പേര്? അക്ഷർധാം ടെമ്പിൾ. നമ്മുടെ ടെമ്പിളിന്റെ പേരെന്താണ്? അക്ഷർധാം ടെമ്പിൾ. ക്ലിയർ ആയോ? നമുക്ക് നാലാമത്തേലോട്ട് പോയാലോ? അടുത്ത ഫോർത്ത് വൺ നോക്കിക്കേ. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഫോർ ഫോളോവേഴ്സ് ഓഫ് ഇന്റേണൽ യോഗ സിറ്റുവേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ഔറോവില്ലി. പിന്നെന്താ? പുതുച്ചേരി ഇല്ലേ? പുതുച്ചേരിയിലെ ഔറോവില്ലിയിലെ ഔറോവില്ലിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന
നമ്മുടെ എന്താണ് ഇന്റേണൽ യോഗ അല്ലെ, ആന്തരിക യോഗയുടെ അനുയായികൾക്ക് ഒരു ആത്മീയ പ്രാധാന്യമുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത്. എന്താ ടീച്ചർ പറഞ്ഞത്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന? പുതുച്ചേരിയിലെ ഔറോവില്ലി എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ മധ്യത്തില് സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന ആർക്കാണ്? ആന്തരിക യോഗയുടെ അതായത് ഇന്റേണൽ യോഗയുടെ അനുയായികൾക്ക് ഫോളോവേഴ്സിന് ആത്മീയ പ്രാധാന്യമുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് അടുത്ത ഫോർത്ത് വൺ തന്നിരിക്കുന്നത്. It is not a tourist site but a place of where individuals can practice silent concentration. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല, പിന്നെ എന്താണ്? but a place of where individuals can practice silent concentration. അതായത് ആളുകൾക്ക് എന്താണ്? സൈലന്റ് കോൺസെൻട്രേഷൻ, അതായത് നിശബ്ദ ഏകാഗ്രത പാലിക്കാൻ അല്ലെങ്കിൽ അത് പരിശീലിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. ഇതല്ലാതെ എന്താണ്? ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അപ്പൊ എന്ത് ടീച്ചർ പറഞ്ഞത്? നമുക്ക് തന്നേക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഏതാ? ഫോർത്ത്. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഫോർ ഫോളോവേഴ്സ് ഓഫ് ഇന്റേണൽ യോഗ സിറ്റുവേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ഔറോവില്ലി, പുതുച്ചേരി. അതായത് പുതുച്ചേരിയിലെ ഔറോവില്ലിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന എന്താണ്? ആന്തരിക യോഗയുടെ അനുയായികൾക്ക് ആത്മീയ പ്രാധാന്യമുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഈ ഫോർത്ത് നോക്കുന്ന ആ തന്നിരിക്കുന്ന പിക്ചർ, ആ ഒരു സ്ട്രക്ചർ. പിന്നെന്താ പറയുക? ഇറ്റ് ഈസ് നോട്ട് എ ടൂറിസ്റ്റ് സൈറ്റ്. ഇതൊരു എന്താണ്? ഒരു ടൂറിസ്റ്റ് സൈറ്റ് അല്ല, ബട്ട് എ പ്ലേസ് ഓഫ് വെർ ഇൻഡിവിജ്വൽസ് ക്യാൻ പ്രാക്ടീസ് സൈലന്റ് കോൺസെൻട്രേഷൻ. അതായത് നിശബ്ദമായിട്ടുള്ള എന്താണ്? നിശബ്ദ ഏകാഗ്രത പരിശീലിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ പേരെന്ന് വെച്ചാല് മാന്ത്രി മന്ദിർ. എന്താണ്? മാന്ത്രി മന്ദിർ. മാന്ത്രി മന്ദിർ. അപ്പം നമുക്ക് 4 പിക്ചർ സ്ട്രക്ചർ അല്ലെങ്കിൽ പിക്ചർ തന്നു, അതിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നു. 4 നമ്മൾ വായിച്ചിട്ട് ഏതാണ് ആ പിക്ചർ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്തു. ഫസ്റ്റ് പിക്ചർ ഏതായിരുന്നു? രാഷ്ട്രപതി ഭവൻ. സെക്കൻഡ് നമ്മൾ പഠിച്ച ആർക്കിടെക്ചറൽ സ്ട്രക്ചർ ഏതാണ്? ലോട്ടസ് ടെമ്പിൾ. തേർഡ് അക്ഷർധാം ടെമ്പിൾ. ഫോർത്ത് മാന്ത്രി മന്ദിർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അത് നമുക്ക് 10ാമത്തെ ചാപ്റ്റർ സ്റ്റഡി ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്സ്, അതായത് സിന്ധു നദീതട നാഗരികത അല്ലെങ്കിൽ സംസ്കാരം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടു? ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് തന്നിട്ട് അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഡാഷ് ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ചേർത്തിട്ട് ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, സ്റ്റാർട്ട് ചെയ്താലോ? നോക്കിക്കേ. ഫസ്റ്റ്, ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഡാഷ്. അപ്പൊ എന്താണ് അവിടെ ഒന്ന് ഫില്ല് ചെയ്യേണ്ടത്? ഇൻഡസ് വാലി സിവിലൈസേഷനെ, ആ ഒരു സിന്ധു നദീതട നാഗരികതയെ നമ്മൾ വേറെ എന്തെന്ന് വിളിക്കുന്നു? ഹാരപ്പൻ അല്ലേ? ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഹാരപ്പൻ നാഗരികത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഡാഷ് ഇട്ട ഭാഗത്ത് നമ്മൾ എന്ത് എഴുതണം? ഹാരപ്പൻ. ഇനി നമുക്ക് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനെ, സിന്ധു നദീതട നാഗരികതയെ നമ്മൾ ഹാരപ്പൻ നാഗരികത അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഡാഷ് civilization that existed for about 1000 years from 2600 BC to 1600 BC. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഡാഷ് ആണ്. എന്താണ്? ഇറ്റ് ഈസ് എ ബ്രോൺസ് ഏജ്. അവിടെ നമ്മൾ എന്ത് ചേർക്കണം? ആ ഡാഷിന് നമ്മൾ ബ്രോൺസ് ഏജ് എന്ന് എഴുതണം. ഇറ്റ് ഈസ് എ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജ് എന്ന് വെച്ചാൽ എന്താണ്? വെങ്കലയുഗം. അപ്പൊ ഇതിന് എന്താണ്? ഇതൊരു വെങ്കലയുഗ സംസ്കാരം കൂടി അല്ലെങ്കിൽ വെങ്കലയുഗ നാഗരികത കൂടിയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് ഈസ് എ ഡാഷ് സിവിലൈസേഷൻ ആണ്. എന്താണ്? ഇറ്റ് ഈസ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ that existed for about 1000 years from 2600 BC to 1600 BC. എന്താ പറയുന്നത്? അതായത് BC 2600 മുതൽ BC 1600 വരെ ഏകദേശം എത്ര വർഷമാണ്? 1000 വർഷമായി നിലനിന്നിരുന്ന ഒരു നാഗരികതയാണ്
ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയും. ഇത്രയും ക്ലിയർ ആയോ? ആദ്യത്തെ ഡാഷിൽ നമ്മൾ എന്ത് ചേർത്തു? ഹാരപ്പൻ. രണ്ടാമത്തെ ഡാഷിൽ നമ്മൾ ബ്രോൺസ് ഏജ് എന്ന് ഫിൽ ചെയ്തു. അടുത്ത് നോക്കിക്കേ, ദ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് അറൗണ്ട് ദ ഡാഷ് റിവർ ബേസിൻ ആൻഡ് ഇറ്റ്സ് എന്താണ് ട്രിബ്യൂട്ടറീസ്. എന്താണ് ദ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് അറൗണ്ട് ദ ഡാഷ്. ആ ഡാഷ് നമ്മൾ എന്ത് ചേർക്കണം? ഇൻഡസ്. ഏത് നദിയാണ്? അതായത് ഏത് നദിയാണ്? ദ ഇൻഡസ് റിവർ ബേസിൻ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു സിവിലൈസേഷനിൽ ഈ ഒരു നാഗരികത നമ്മുടെ സിന്ധു നദീതടവും അതിന്റെ പോഷക നദികൾക്കും ചുറ്റുമാണ് ഈ നാഗരികത വളർന്നു വന്നത്. ഏതാണ് സിന്ധു നദീതട സംസ്കാരങ്ങളിൽ ഹാരപ്പൻ നാഗരികത എവിടെയാണ് വളർന്നു വന്നത്? ഇൻഡസ് നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും ചുറ്റും. ഇല്ലേ? എന്താണ് സിന്ധു നദിക്കും അതിന്റെ പോഷക നദികളുടെയും എന്താണ് ചുറ്റുമായിരുന്നു ഈ നാഗരികത വളർന്നു വന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, the two main cities of Indus Valley civilization were Harappa and Dash. അപ്പോൾ എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹാരപ്പ ആണ്, രണ്ടാമത്തെ ഏതായിരിക്കും? എഴുതിക്കേ, മോഹൻജദാരോ. ഒന്ന് ഹാരപ്പയാണ്, രണ്ടാമത്തെ നമ്മുടെ ഏതാണ്? രണ്ടാമത്തെ സിറ്റി ഏതാണ്? മോഹൻജദാരോ എന്ന് പറയാം. ഒന്നുകൂടെ വായിക്കാൻ ടീച്ചർ. The two main cities of Indus Valley civilization were Harappa and Mohenjo-daro. Along with ancient Egypt and Mesopotamia, it was one of the three earliest civilizations of the world. അപ്പൊ ഈ ഹാരപ്പ, മോഹൻജദാരോ അത് കൂടാതെ എന്തൊക്കെ വരുന്നുണ്ട്? എലോങ് ഏതൊക്കെയാ പറഞ്ഞത്? വിത്ത് ഏൻഷ്യൻ ഈജിപ്ത് ആൻഡ് മെസോപ്പൊട്ടേമിയ, ഇറ്റ് വാസ് വൺ ഓഫ് ദ ത്രീ ഏർലിയസ്റ്റ് സിവിലൈസേഷൻ ഓഫ് ദ വേൾഡ്. അപ്പൊ അത് കൂടാതെ നമ്മുടെ പുരാതന ഈജിപ്തും മെസോപ്പൊട്ടേമിയ ആയിരുന്നു, ഇല്ലേ? അത് കൂടാതെ ഇത് രണ്ടും ഉണ്ട്, മെസോപ്പൊട്ടേമിയ ഈജിപ്തും ഉണ്ട്. അതിന്റെ കൂടെ ഇത് മൂന്നും ലോകത്തിലെ ആദ്യത്തെ നാഗരികതകൾ ആയിരുന്നു. അതിലൊന്നാണ് നമ്മുടെ ഹാരപ്പ അല്ലെങ്കിൽ എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഡാഷിൽ എന്ത് ഫില്ല് ചെയ്തു? മോഹൻജദാരോ. അടുത്ത് നോക്കിക്കേ, ദ പീപ്പിൾ ഓഫ് ദാറ്റ് ടൈം ഹാഡ് ഗ്രേറ്റ് ഡാഷ് സ്കിൽ. അവിടെ ഒരു ഡാഷ് വന്നു. അവിടെ എന്തുമായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്? എഞ്ചിനീയറിംഗ്. എന്താണ്? എഞ്ചിനീയറിംഗ്. അതായത് നോക്കിക്കേ, the people of that time had great dash skills. എന്തൊരു സ്കില്ലാണ്? എഞ്ചിനീയറിംഗ് സ്കില്ലായിരുന്നു. അപ്പൊ അന്നത്തെ ആളുകൾക്ക് എന്തിലായിരുന്നു കൂടുതൽ കഴിവ്? എഞ്ചിനീയറിംഗിലായിരുന്നു കൂടുതൽ കഴിവ്. They discovered tin, lead and copper etc. അവര് tin, lead, copper തുടങ്ങിയവയൊക്കെ കണ്ടെത്തി. They used bricks to build their buildings and had an efficient dash. എന്താണ് അവര് ബ്രിക്സ് ഉപയോഗിച്ച് അവരവരുടെ ബിൽഡിങ്സിലെ ബ്രിക്സ് ഉപയോഗിച്ച് അവരവരുടെ ബിൽഡിങ്സ് കെട്ടാൻ തുടങ്ങി അല്ലെങ്കിൽ നിർമ്മിക്കാൻ തുടങ്ങി. ആൻഡ് ഹാഡ് ആൻ എഫിഷ്യന്റ് ഡാഷ്. എന്താണ്? ഒരു എഫിഷ്യന്റ് ഡ്രെയിനേജ് സിസ്റ്റവും അവര് ഉണ്ടാക്കി. എന്താണ് എഫിഷ്യന്റ്? ഒരു ഡ്രെയിനേജ് സിസ്റ്റം. ആ ഡാഷിൽ നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം എഴുതണം. എന്താ അവർ ചെയ്തത്? They used bricks to build their buildings and had an efficient drainage system. അപ്പൊ എന്താണ് അവര് അവരുടെ എന്താണ് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് അവരുടെ ബിൽഡിങ്സ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒരു എഫിഷ്യന്റ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. മോസ്റ്റ് ഓഫ് ദ ഹൗസസ് വെയർ 2-story and spacious. അപ്പം മിക്ക വീടുകളും 2 നില വീടുകളും അതുപോലെ തന്നെ ഒരുപാട് സ്പേസ് ഉള്ള വീടുകളും ആയിരുന്നു. They achieved great accuracy in measuring length, mass and time. എന്താണ്? നീളം, പിണ്ഡം, സമയം എന്നിവ അളക്കുന്നതിൽ എന്താണ് അവർ വലിയ കൃത്യത പാലിച്ചു. എന്തൊക്കെയാണ്? ലെങ്ത്, മാസ് ആൻഡ് ടൈം. ഇല്ലേ? സമയവും നീളവും പിണ്ഡവും ഒക്കെ അളക്കുന്നതിൽ അവർ വലിയ കൃത്യത പാലിച്ചു. നോക്കിക്കേ, various type of sculptures, seals, bronze vessels etc. have been found in excavation sites. അപ്പോൾ ഈ ഒരു എന്താണ് അവര് വിവിധ തരത്തിലുള്ള ശില്പങ്ങളായാലും മുദ്രകള്, വെങ്കലങ്ങൾ അപ്പൊ എന്നിവയെല്ലാം നമ്മുടെ ഈ ഒരു നാഗരികതയെ എന്താണ് എടുത്ത് കാട്ടുന്നതാണ്.
The main profession of people of Indus Valley civilization was dash and farming. അപ്പോൾ ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകളുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒന്ന് ഫാമിംഗ് ആയിരുന്നു, പിന്നെ ഏതാണ് രണ്ടാമത്തേത് ട്രേഡിംഗ് ആണ്. എന്താണ് ട്രേഡിംഗ്? ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒന്ന് ട്രേഡിങ്ങും ഫാമിങ്ങും, അതിലെ കൃഷിയും അതുപോലെ തന്നെ വ്യാപാരമായിരുന്നു അന്നത്തെ ആളുകളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. They produced rice, wheat, cotton and even dates. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? റൈസ്, വീറ്റ്, എന്താണ് ഡേറ്റ്സ്, അതുപോലെ കോട്ടൺ, പരുത്തിയും അരിയും ഗോതമ്പും ഈന്തപ്പഴം ഒക്കെയാണ് അവര് പ്രൊഡ്യൂസ് ചെയ്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കിയത്. It is found that people of Indus Valley civilization worshipped animals and birds. അപ്പോൾ എങ്ങനെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ആളുകൾ ബേർഡ്സിനെയും ആനിമൽസിനെയാണ് ആരാധിച്ചിരുന്നത്, വർഷിപ്പ് ചെയ്തത്? അടുത്ത നോക്കിക്കേ, the seal of dash had been found to evidence this. അപ്പോൾ എന്താണ് ഇത് വ്യക്തമാക്കുന്നതിനായിട്ട് അവരൊരു മുദ്ര കണ്ടെത്തി. എന്തിന്റെ മുദ്ര? പശുപതി. ആ ഒരു അവിടെ നമ്മൾ എന്താ ഫിൽ ചെയ്യേണ്ടത്? പശുപതി. പശുപതി. അപ്പൊ എന്താണ് പശുപതി എന്ന് വെച്ചാല് എന്താണ്? ലോഡ് ഓഫ് ക്യാറ്റിൽ ആണ്. അപ്പൊ അവര് ആ ഒരു മുദ്ര അവര് ബേർഡ്സിനെ ആനിമൽസിനെ ഒക്കെയാണ് ആരാധിച്ചിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് ആ ഒരു മുദ്ര പശുപതി എന്ന് പറഞ്ഞ മുദ്ര നമ്മൾ കണ്ടെത്തി, അതിന്റെ തെളിവായിട്ട്. The seal of dash. അവിടെ എന്താണ്? പശുപതി had been found to evidence this. അപ്പൊ എന്താണ്? പശുപതിയുടെ ഒരു മുദ്ര നമ്മൾ കണ്ടെത്തി അതിന്റെ തെളിവിനായിട്ട്. There are 3 stages of Harappan civilization. 3 ഘട്ടങ്ങളാണ് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉള്ളത്. ഏതൊക്കെയാണ് നോക്കിക്കേ? പ്രീ ഹാരപ്പ, ഹാരപ്പ ആൻഡ് പോസ്റ്റ് ഹാരപ്പ. അതായത് എന്താണ്? ഹാരപ്പയ്ക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം ഹാരപ്പൻ കാലഘട്ടം, ഹാരപ്പയ്ക്ക് ശേഷമുള്ള ഒരു കാലഘട്ടം എന്നിങ്ങനെ പ്രീ ഹാരപ്പ, ഹാരപ്പ ആൻഡ് പോസ്റ്റ് ഹാരപ്പ എന്ന് പറയുന്ന 3 കാലഘട്ടം ഉണ്ടായിരുന്നു. known as Rodje, Dash and Surkotada. അപ്പോൾ ആ ഡാഷിൽ നമ്മൾ എന്താ എഴുതണം? ദേസൽപൂർ. ഇപ്പൊ എന്തൊക്കെ ടീച്ചർ പറഞ്ഞ നോക്കിക്കേ. നമ്മൾ പറഞ്ഞു ആ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിൽ 3 സ്റ്റേജില് 3 കാലഘട്ടങ്ങൾ 3 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രീ ഹാരപ്പ, ഹാരപ്പ, പോസ്റ്റ് ഹാരപ്പ. അത് നമ്മൾ എങ്ങനെ വിളിച്ചു? known as റോഡ്ജെ, ആ ഡാഷിൽ നമ്മൾ ദേസൽപൂർ ഇല്ലേ? റോഡ്ജെ, ദേസൽപൂർ ആൻഡ് സുർക്കോട്ടഡ. ഇത്രയും ക്ലിയർ ആയില്ലേ? സുർക്കോട്ടഡ റെസ്പെക്റ്റീവ്ലി. അടുത്ത നോക്കിയേ, ആക്സൽസ് ഡാഷ് വേർ യൂസ്ഡ് ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇപ്പൊ എന്താണ്? ആ ഡാഷിൽ നമ്മൾ എന്ത് എഴുതും? ആക്സൽസും അതുപോലെ തന്നെ ഡാഷും അവര് യൂസ് ചെയ്തു ഹാരപ്പൻ സിവിലൈസേഷൻ. ആ ഡാഷിൽ നമ്മൾ ചേർക്കുന്നത് വീൽസ്. എന്താണ്? ആ ഡാഷിൽ നമുക്ക് വീൽസ് എന്ന് ചേർക്കാം. നോക്കിക്കേ, ആക്സൽസ്, വീൽസ് വേർ യൂസ്ഡ് ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനിലെ ആക്സൽസും അച്ചുകളും അതുപോലെ തന്നെ വീൽസും ചക്രങ്ങളും അവര് യൂസ് ചെയ്തു. Approximately 400 to 600 different Indus symbols were found in seals, but the language used during the civilization is yet to be disappeared. എന്താ പറയുന്നത്? നമ്മൾ എന്താണ് ഈ ഒരു ഏകദേശം 400 മുതൽ 600 വരെ നമ്മൾ ഡിഫറെന്റ് സിമ്പിൾസ്, ഈ ഇൻഡസ് സിമ്പിൾസ് ആണ് ആ കാലഘട്ടത്തിലെ സിമ്പിൾസ് നമ്മൾ എന്താണ് സിന്ധു നദീതട ആ ഒരു നാഗരികതയുടെ മുദ്രകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അന്നത്തെ ആ ഒരു കാര്യങ്ങൾ. പക്ഷെ അന്ന് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആ ഒരു ടൈമിൽ ആ ഒരു സിവിലൈസേഷനിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്താണ് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് പറയുന്നത്? ഇപ്പോൾ എന്താണ് അപ്രോക്സിമേറ്റ്ലി 400 to 600 ഡിഫറെന്റ് ഇൻഡസ് സിമ്പിൾസ് ഇല്ലേ? സിന്ധു നദിയുടെ സിമ്പിൾസ് നമ്മൾ മുദ്രകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബട്ട് ദ ലാംഗ്വേജ് യൂസ്ഡ് ഡ്യൂറിംഗ് ദ സിവിലൈസേഷൻ ഈസ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. എന്താണ് അന്ന് ഉപയോഗിച്ച ലാംഗ്വേജ് ഇതുവരെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ സയൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാൻ നോക്കിയാൽ ശ്രദ്ധിച്ചിരുന്നോളാം. ആ ഓരോ ഡാഷിലും കറക്റ്റ് ആയിട്ടാണോ ഫില്ല് ചെയ്തതെന്ന് നോക്കുക. നോക്കിക്കേ, the Indus Valley civilization is also known as the dash Harappan civilization. It is a Bronze Age civilization that existed for about 1000 years from 2600 BC to 1600 BC.
The civilization flourished around the dash. എന്താണ് അവിടെ? Indus river basin and its tributaries. The two main cities of Indus Valley civilization were Harappa and dash. എന്താണ് അവിടെ? Mohenjo-daro. Along with ancient Egypt and Mesopotamia, it was one of the three earliest civilizations of the world. The people of that time had great dash skills. എന്താണ്? Engineering skill. They discovered tin, lead and copper, etc. Okay, ഇത്രയും ക്ലിയർ ആയില്ലേ? കറക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ. They used bricks to build their buildings and had an efficient dash. എന്താണ്? Drainage system. Most of the houses were two-story and spacious. They achieved great accuracy in measuring length, mass and time. Various types of sculptures, seals, bronze vessels, etc. have been found in excavation sites. The main profession of people of Indus Valley civilization was dash and farming. Dash trading and farming. They produced rice, wheat, cotton and even dates. It is found that people of Indus Valley civilization worshipped animals and birds. The seal of dash had been found to evidence this. Pashupati. There are three stages of Harappan civilization, which are pre-Harappa, Harappa and post-Harappa, known as Roje, dash and Sukarkot. ഇപ്പോൾ ഇവിടെ എന്താണ്? ദേസൽപൂർ അല്ലേ? Respectively. Axles dash were used in Harappan civilization. Axles പിന്നെ എന്തുവായിരുന്നു? Wheels. Approximately 400 to 600 different Indus symbols were found in seals, but the language used during the civilization is yet to be disappeared. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്ന് പഠിപ്പിച്ചിട്ട് ക്ലിയർ ആയോ? ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യ മോഡേൺ ആർക്കിടെക്ചറൽ സ്ട്രക്ചേഴ്സും ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്സും. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിലെ നോട്ട്സ് എഴുതി ടീച്ചറിനെ അയച്ചു തരിക. അതുപോലെ തന്നെ പഠിച്ച വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ടുതരണം. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ബേസിക് സയൻസ് സ്റ്റഡി ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏത് ചാപ്റ്റർ ആയിരുന്നു? സെപ്പറേഷൻ ഓഫ് മിക്ചേഴ്സ് ഇല്ലേ? സെപ്പറേഷൻ ഓഫ് മിക്ചേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? അല്ല, എന്താണ് മിക്ചേഴ്സ്? എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് മിക്ചർ? മിക്ചർ ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഇൻടു ടു ഓർ മോർ പ്യുവർ സബ്സ്റ്റൻസ് ബൈ സിമ്പിൾ ഫിസിക്കൽ മീൻസ് അല്ലേ? എന്താണ് സിമ്പിൾ ഫിസിക്കൽ മീൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടോ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് ആക്കി മാറ്റുന്നു ഇല്ലേ? അപ്പൊ അതാണ് നമ്മൾ അതിനാണ് നമ്മൾ മിക്സർ എന്ന് പറഞ്ഞത്, മിശ്രിതം എന്ന് വിളിച്ചത്. അപ്പൊ പിന്നെ നമ്മൾ എന്താ നോക്കിയത്? ടൈപ്പ് ഓഫ് മിക്സർ പഠിച്ചായിരുന്നു അല്ലേ? ഏതൊക്കെ ടൈപ്പ് ആയിരുന്നു നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന്? സോളിഡ് മിക്സ്ചർ ഉണ്ട്, ലിക്വിഡ് മിക്സ്ചർ ഉണ്ട്, ഗ്യാസ് മിക്സ്ചർ ഉണ്ട്. അതുപോലെ തന്നെ സോളിഡ് ലിക്വിഡ് മിക്സ്ചർ ഉണ്ട്, സോളിഡ് ഗ്യാസ് മിക്സ്ചർ ഉണ്ട്, ലിക്വിഡ് ഗ്യാസ് മിക്സ്ചർ ഉണ്ട്. അപ്പൊ ആ ടൈപ്പ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മളത് നീഡ് ഫോർ സെപ്പറേഷൻ അല്ലെ? ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്ത്? അതായിരുന്നു നമ്മൾ അടുത്ത സ്റ്റഡി. എന്തായിരുന്നു? 3 പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? ടു റിമൂവ് ദ അൺഡിസൈറബിൾ കോൺസിസ്റ്റൻസ്, ടു ഒബ്റ്റെയിൻ ഡിസൈറബിൾ സബ്സ്റ്റൻസ്, ടു ഒബ്റ്റെയിൻ ഹൈലി പ്യുവർ സബ്സ്റ്റൻസ്. അങ്ങനെ 3 പോയിന്റ് നമ്മൾ എന്താണ് നീഡ് ഫോർ സെപ്പറേഷനിൽ സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഈ ഒരു മിക്സ്ചറിൽ നിന്ന് കോൺസിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നതിന് കുറെ മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 5 മെത്തേഡ് സ്റ്റഡി ചെയ്തത്. ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു തന്നെ? ഏതൊക്കെയായിരുന്നു? ഹാൻഡ് ബേക്കിംഗ് പഠിച്ചു. പിന്നെ എന്തായിരുന്നു ഹാൻഡ് ബേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ പാർട്ടിക്കിൾസ് കറക്കി മാറ്റുന്നു. വിൻമോയിങ് പഠിച്ചു. പിന്നെ സീവിങ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ. ഈ 5 മെത്തേഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തത്. ഇനി ബാക്കി ഒരു 5 മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ? അപ്പൊ നമുക്ക് അത് ഓരോന്നായിട്ട് ഈ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. അടുത്ത മെത്തേഡ് നമ്മൾ 6ാമത് പഠിക്കാൻ പോകുന്ന മെത്തേഡാണ് ഫിൽട്രേഷൻ. എന്താണ് ഫിൽട്രേഷൻ? നോക്കിക്കേ, നമ്മൾ 6ാമത്തെ മെത്തേഡാണ് കേട്ടോ. എന്താ ഫിൽട്രേഷൻ എന്ന് നോക്കാം. By decantation, a liquid is not completely separated from an insoluble
സോളിഡ്. അപ്പൊ എന്താണ് ഇൻസോളുബിൾ ആയിട്ടുള്ള ഒരു സോളിഡിൽ നിന്ന് എന്താണ് പൂർണ്ണമായിട്ടും ലയിക്കാത്ത ഒരു ഖരപദാർത്ഥത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യും? ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യും. ഫിൽട്രേഷൻ ഈസ് എ ബെറ്റർ മെത്തേഡ്. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? ഒരു ഇൻസോളുബിൾ ആയിട്ടുള്ള ഒരു സോളിഡിൽ നിന്ന് അല്ലേ, ആ ഒരു സോളിഡിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ നമുക്ക് പറ്റില്ല. ആ ഒരു ടൈമിൽ നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യും? ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഫിൽട്രേഷൻ ഇൻ ദ ലബോറട്ടറി. ഇപ്പൊ ഈ ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഈ ഒരു ഫിൽട്രേഷൻ നടത്തുന്നത് നോക്കിക്കേ. എ സർക്കുലർ ഫിൽറ്റർ പേപ്പർ ഈസ് folded along its diameter into two semicircles. അപ്പൊ എന്താണ് ഒരു ഫിൽറ്റർ പേപ്പർ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഒരു വൃത്താകൃതിയിലുള്ള ഫിൽറ്റർ പേപ്പർ നമ്മൾ എടുത്തിട്ട് അതിന്റെ വ്യാസം വെച്ചിട്ടില്ലേ എന്താണ് ഡയാമീറ്റർ വെച്ചിട്ട് രണ്ടായിട്ട് അങ്ങ് മടക്കുന്നു, രണ്ട് സെമി സർക്കിൾസ് ആക്കി അതിനെ മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? It is once again folded into four quarter circles. Now a cone is opened by holding three quarter circles on one side. This cone is fitted into the cone of a funnel and moistened with water so that the filter paper adheres to the funnel. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നു? ലബോറട്ടറിയിൽ നമ്മൾ ഫിൽട്രേഷൻ നടത്താൻ പോവുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു എന്താണ് ഒരു സർക്കിളിലുള്ള ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് അതിനെ അതിന്റെ ഡയാമീറ്റർ വെച്ചിട്ട് നമ്മൾ അതിനെ രണ്ട് സെമി സർക്കിൾസ് ആയിട്ട് അങ്ങ് മടക്കി വീണ്ടും അതിനെ എന്താണ് ഫോർ ക്വാർട്ടർ സർക്കിൾ ആയിട്ട് നമ്മൾ വീണ്ടും അതിനെ മടക്കും. അതായത് രണ്ടായിട്ട് മടക്കി പിന്നെ അതിനെ നാലായിട്ട് അങ്ങ് മടക്കുന്നു. മടക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വശത്ത് നമ്മൾ ഇതിനെ പിടിച്ചിട്ട് എന്താണ് മൂന്ന് ക്വാർട്ടർ സർക്കിളുകൾ പിടിച്ചുകൊണ്ട്, അതായത് ഒരു സൈഡിൽ പിടിച്ചിട്ട് മൂന്ന് ക്വാർട്ടർ സർക്കിളുകൾ പിടിച്ചുകൊണ്ട് എന്താണ് ഒരു കോൺ പോലെ നമ്മൾ അതിനെ തുറന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ എവിടെ വെക്കുന്നു? ആ ഒരു കോൺ എടുത്ത് ഒരു ഫണലിന്റെ കോണിലോട്ട് അങ്ങ് ഘടിപ്പിച്ച് വെക്കുന്നു. മനസ്സിലായോ? ആദ്യം നമ്മളൊരു ഫിൽറ്റർ പേപ്പർ എടുത്തു, സർക്കിളിലുള്ള ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തു, അതിനെ നമ്മൾ രണ്ടായിട്ട് സെമി സർക്കിളായിട്ട് മടക്കി, അതിനുശേഷം അതിനെ ക്വാർട്ടർ സർക്കിളിൽ വീണ്ടും ഒന്നും കൂടെ മടക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ മൂന്ന് ക്വാർട്ടർ സർക്കിളിൽ പിടിച്ചുകൊണ്ട് ഒരു കോൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ സർക്കിളിന്റെ കോണിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വന്നിരിക്കും. അപ്പൊ ആ കോണിനെ നമ്മൾ ഒരു എന്തുമായിട്ട് ഘടിപ്പിക്കുന്നു? ഒരു ഫണലിന്റെ ഒരു കോണിൽ അതങ്ങ് ഘടിപ്പിച്ചു വെക്കുന്നു. കണ്ടോ? നമ്മുടെ പിക്ചർ 5.9 നോക്കിയാൽ മതി, നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ നമ്മൾ ഫണലിൽ ഘടിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ഒന്ന് നനയ്ക്കുന്നു കേട്ടോ. ദിസ് കോൺ ഈസ് ഫിറ്റഡ് ഇൻ ടു ദ കോൺ ഓഫ് എ ഫണൽ ആൻഡ് മോയ്സ്റ്റൻ വിത്ത് വാട്ടർ. എന്നിട്ട് അതിനെ എന്താണെന്ന് വെള്ളം നനയ്ക്കുന്നു. സോ ദാറ്റ് ദ ഫിൽറ്റർ പേപ്പർ അഡ്ഹിയർസ് ടു ദ ഫണൽ. അപ്പൊ അങ്ങനെ ഫിൽറ്റർ പേപ്പർ ഫണലിനോട് ഇങ്ങനെ ഒച്ചിങ്ങനെ വെള്ളം നനയ്ക്കുമ്പോഴത്തേക്ക് ആ ഫിൽറ്റർ പേപ്പർ ഫണലിന്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കും. നമ്മുടെ പിക്ചർ നോക്കിക്കേ 5.9 അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ സർക്കിൾ പേപ്പർ സർക്കിളിൽ മടക്കിയിട്ട് അതിനെ കോണാക്കി കണ്ടോ ഒരു എന്ത് ചെയ്യുന്ന ഫണലിന്റെ അറ്റത്ത് അതിനായിട്ട് ഘടിപ്പിച്ച് വെച്ചേക്കുന്നു. അടുത്ത് നോക്കിക്കേ. The funnel is fitted to a stand and a beaker is placed below in such a way that the stem of the funnel touches the wall of the beaker. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? ആ ഒരു അങ്ങനെ കോണാക്കി ഒരു ഫണലിന്റെ അകത്ത് നമ്മൾ അതിനെ ഘടിപ്പിച്ച് നിർത്തി. ആ സർക്കിളിൽ നമ്മൾ എടുത്ത ആ ഒരു ഫിൽറ്റർ പേപ്പർ. അതിനുശേഷം ദിസ് ഫണൽ ഈസ് ഫിറ്റഡ് ടു എ സ്റ്റാൻഡ് ആൻഡ് എ ബേക്കർ ഈസ് പ്ലേസ്ഡ് ബിലോ സച്ച് എ വേ ദാറ്റ് ദ സ്റ്റെം ഓഫ് ദ ഫണൽ ടച്ചസ് ദ വാൾ ഓഫ് ദ ബേക്കർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫണൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡിൽ ഘടിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫണലിന്റെ താഴെ നമ്മളൊരു ബീക്കർ വെച്ച് കൊടുക്കണം. അപ്പം ബീക്കർ വെച്ചിട്ട് എന്താണ് ഈ ഫണലിന്റെ താഴെ നമ്മൾ ആ ബീക്കർ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ ആ ഒരു വാളിനത് ആ ബീക്കറിന്റെ വാളിനകത്ത് ഫണല് ടച്ച് ചെയ്ത് നിൽക്കണം. The supernatant liquid is slowly poured along a glass rod into the funnel. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫണലിന്റെ അകത്ത് ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് നമ്മുടെ സൂപ്പർനേറ്റഡ് ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡും എന്താണ് സോളിഡും കൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫണലിൽ ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് അതിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ ഫണലിൽ കൂടി ആ ലിക്വിഡ് വന്ന് നമ്മുടെ ബീക്കറിന്റെ അകത്തോട്ട് അങ്ങ് വീഴും. The solid collects on the filter paper whereas the liquid passes through. The clear liquid thus obtained is called the filtrate. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? ആ ഫണലിൽ ആ പേപ്പർ നമ്മൾ എന്താണ് ഫിൽറ്റർ പേപ്പർ മടക്കിയ അത് നമ്മൾ ആ ഫണലിൽ വെക്കുന്നു അല്ലേ, ഫണലിന്റെ കോണായിട്ട് ഘടിപ്പിക്കുന്നു. അതിനെ നമ്മൾ ബീക്കറിൽ വെക്കുന്നു. ഒരു സ്റ്റാൻഡിൽ ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് റോഡ് വെച്ച് ആ ഫിൽറ്ററിലേക്ക് ഒരു സോളിഡ് ലിക്വിഡ് മിക്സ്ചർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഗ്ലാസ് റോഡ് വഴി എന്ത് ചെയ്യുന്നു? ആ സോളിഡ് ലിക്വിഡ് ഒഴുകി വന്നിട്ട് ആ വരുന്ന ലിക്വിഡ് എന്ത് ചെയ്യുന്നു? അങ്ങ് നേരെ എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ബേക്കറിലോട്ട് വീഴുകയും സോളിഡ്സ് എന്തോ ചെയ്യുന്നു? സോളിഡ്സ് എല്ലാം ആ ഫിൽറ്റർ പേപ്പറിൽ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു.
അപ്പൊ അങ്ങനെ വരുന്ന ക്ലിയർ ലിക്വിഡിനെ നമ്മൾ വിളിക്കുന്ന പേരേതാണ്? ഫിൽട്രേറ്റ്. എന്താണ് ആ ലിക്വിഡിനെ വിളിക്കുന്ന പേരെന്താണ്? ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റ്. ഫിൽട്രേറ്റ് എന്താ? ദ ക്ലിയർ ലിക്വിഡ് ദാസ് ഒബ്റ്റൈൻഡ് ഈസ് കാൾഡ്. നമുക്ക് കിട്ടുന്ന ക്ലിയർ ലിക്വിഡ് ദ്രാവകം, എന്താണ് പ്യുവർ ദ്രാവകം, അതെന്താണ്? അതിനുള്ള നമ്മൾ സോളിഡ്സ് ഖരപദാർത്ഥങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം നമുക്ക് ലഭിക്കുന്ന ആ ഒരു ക്ലിയർ ലിക്വിഡിനെയാണ് നമ്മൾ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഫിൽട്രേഷൻ ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഫിൽട്രേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? നമ്മളൊരു എന്താണ് ഒരു പേപ്പർ, എന്തൊരു പേപ്പർ? ഫിൽറ്റർ പേപ്പർ, സർക്കിൾ ആകൃതിയിലുള്ള ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് അതിനെ ഒരു സെമി സർക്കിളിൽ മടക്കി വീണ്ടും ക്വാർട്ടർ സർക്കിളിൽ മടക്കിയിട്ട് ഒരു കോൺ ബോലാക്കി അല്ലേ, ഒരു വശത്ത് പിടിച്ചിട്ട് മറ്റ് അല്ലേ 3 കോൺ ഓപ്പൺ ചെയ്തിട്ട് ആ കോൺ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഫണലുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഫണലിന്റെ താഴെ ഒരു ബേക്കർ വെക്കുകയും എന്നിട്ട് അതിനെ ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വാളിൽ ആ ഫണൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ പേപ്പർ, ഫിൽറ്റർ പേപ്പർ നമ്മൾ വെച്ചില്ലേ, അതിൻ്റെ അകത്ത് നമ്മളൊരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു സോളിഡ് ലിക്വിഡ് മിക്സർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇല്ലേ. ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ സോളിഡ്സ് എല്ലാം ഫിൽറ്റർ പേപ്പറിൽ അടിഞ്ഞു കിടക്കുകയും ആ ബാക്കി വരുന്ന ലിക്വിഡ് എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ആ ഗ്ലാസ് റോഡിലൂടെ ഒഴുകി ആ ഫണലിലൂടെ ഒഴുകി നമ്മുടെ ബീക്കറിൽ വന്ന് വീടാണ്. അങ്ങനെ നമുക്ക് ബീക്കറിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ലിക്വിഡ് അല്ലെ, ക്ലിയർ ലിക്വിഡിനെ സോളിഡ് എല്ലാം മാറ്റി നമുക്ക് ലഭിക്കുന്ന ക്ലിയർ ലിക്വിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിൽട്രേറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ മക്കൾക്ക് ഇത്രയും കാര്യങ്ങള്? നമ്മൾ നെക്സ്റ്റ് പഠിച്ച മെത്തേഡാണ് ഫിൽട്രേഷൻ അല്ലേ. അത് നോക്കിക്കേ. You can easily separate a mixture of sand and water or one of chalk and water by filtration. അപ്പോൾ എന്താണ്? നമുക്ക് ഒന്നിൽ വെള്ളവും മണ്ണും തമ്മിലുള്ള ആ ഒരു സോളിഡ് മിക്സ്ചർ അല്ലേ, സോളിഡ് ലിക്വിഡ് മിക്സ്ചറിനെ അല്ലെങ്കിൽ ചോപ്പും വാട്ടറും തമ്മിലുള്ള ആ ഒരു സോളിഡ് ലിക്വിഡ് മിക്സ്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ വേർതിരിച്ചെടുക്കാം. സോളിഡും ലിക്വിഡായിട്ട് നമുക്ക് ഈ ഒരു രീതി ഉപയോഗിച്ച് ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ക്ലിയർ ആയില്ലേ? ഫിൽട്രേഷൻ അറ്റ് ഹോം, നമ്മൾ ഹോമിൽ അല്ലേ, വീട്ടിൽ നമ്മൾ ലബോറട്ടറിയിൽ ഫിൽട്രേഷൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഫണലും ബീക്കറും ഒക്കെ വെച്ചിട്ട് അല്ലേ, ഗ്ലാസ് റോഡൊക്കെ വെച്ചിട്ട് ലബോറട്ടറിയിൽ ഫിൽട്രേഷൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈ വീട്ടിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഫിൽട്രേഷൻ അല്ലേ എങ്ങനെ ചെയ്യാം? നോക്കിക്കേ. Filtration is done at home using a strainer or a piece of cloth. Tea or fruit juice is usually filtered by this method. അപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടീയോ ജ്യൂസോ ഒക്കെ ആയിരിക്കും ഒരു ഫിൽട്രേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ടീ ആയാലും എന്താണ് ഒരു സ്ട്രെയിനർ അല്ലെങ്കിൽ പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിനറോ അല്ലെങ്കിൽ ക്ലോത്തോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ നടത്തുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇല്ലേ, നമ്മൾ ടീ വീട്ടില് ചായ ഇട്ടിട്ട് നമ്മൾ ചായ അരിക്കുന്ന കണ്ടിട്ടില്ലേ, തേയില അതിൽ നിന്ന് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചായ ഒരു അരിപ്പ് വെച്ചിട്ടായിരിക്കും. അപ്പൊ അതുപോലെ ജ്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതുപോലെ ഇവിടെ പറഞ്ഞൊരു സ്ട്രെയിനർ അല്ലെങ്കിൽ എന്താണ് പീസ് ഓഫ് ക്ലോത്ത് എടുത്ത് നമുക്ക് ഈ ഒരു രീതി വീട്ടിൽ ഫോളോ ചെയ്യാം. അടുത്ത് നോക്കിക്കേ, ചേണിങ്. അടുത്ത് നമ്മൾ 7ാമത് പഠിക്കുന്ന മെത്തേഡാണ് അല്ലേ. അടുത്ത 7ാമത് പഠിക്കുന്ന മെത്തേഡാണ് ചേണിങ്. നമ്മൾ നോക്കേ, അടുത്ത മെത്തേഡ് എന്തുവാന്ന് നോക്കേ. ഫ്രൂട്ട് സലാഡ് ഹാസ് ക്രീം ഇൻ ഇറ്റ്, ബട്ട് ഡു യു നോ ഹൗ ക്രീം ഈസ് ഒബ്റ്റൈൻഡ്? ഇപ്പൊ എന്താണ്? നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ടുള്ളതാണ്, കഴിക്കുന്നവരാണ് അല്ലേ. ഇപ്പൊ ഫ്രൂട്ട് സലാഡിൽ ക്രീം ഉണ്ടെന്ന് നമുക്കറിയാം, ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ, പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്, ക്രീം ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ക്രീം ഉണ്ടെന്ന് അറിയാമെങ്കിൽ ആ ക്രീം എങ്ങനെ വരുന്നു അല്ലെങ്കിൽ എവിടുന്ന് വരുന്നു എന്ന് നമുക്ക് അറിയാമോ? എങ്ങനെ ലഭിക്കുന്നു എന്ന് അറിയാമോ? എങ്ങനെ ലഭിക്കുന്നു? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ചേണിങ് മിൽക്ക് ഇല്ലേ. മിൽക്കിൽ നിന്നാണ്, മിൽക്ക് ചേരേണ്ട അല്ലെങ്കിൽ മിൽക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. When milk is churned, cream separate from it. അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു മിൽക്ക് എന്താണ് ചേരണം അല്ലെങ്കിൽ മിൽക്ക് ഒരു വേറെ രീതിയിൽ മാറ്റിയെടുക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് ക്രീമിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത് അല്ലേ. ആ ക്രീം ഈസ് ലൈറ്റർ ദാൻ മിൽക്ക്, ഇറ്റ് ഫ്ലോട്ട്സ് ഓവർ ദ ലിക്വിഡ്. അപ്പോൾ ക്രീം എന്ന് പറഞ്ഞാൽ ആ മിൽക്കിനേക്കാളും ലൈറ്റർ ആണ്. അത് എന്താണ് ഓവർ ദ ലിക്വിഡ്, എന്താണ് ഫ്ലോട്ട്സ് ഓവർ ദ ലിക്വിഡ്, ലിക്വിഡിന്റെ ഓവർ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്നു. അപ്പം ക്രീം എന്ന് പറഞ്ഞാൽ മിൽക്കിനെക്കാട്ടി എന്താണ് ലൈറ്റർ ആണ്. ചേണിങ് ഈസ് ഡൺ either manually or by using a mixie. ഒന്നുകിൽ നമുക്ക് കൈ മാനുവൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മിക്സി ഉപയോഗിച്ചൊക്കെ ഈ ഒരു ചേണിങ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ എന്താണ് ചേണിങ്ങിൽ പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ ക്രീം അല്ലെങ്കിൽ ക്രീം സെപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മുടെ മിൽക്ക് ഒന്നുകിൽ എന്ത് ചെയ്തിട്ട്
ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് നമ്മുടെ എന്താണ് ക്രീം സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, മാനുവലായിട്ട് നമുക്ക് ഈ ഒരു ചേണിങ് ചെയ്യാം, ചേണിങ് മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മിക്സി ഉപയോഗിച്ചിട്ടും ഈ ഒരു മെത്തേഡ് ചെയ്യാം. In a washing machine also the dirt separated from the cloth by a similar action. അപ്പോൾ ഒരു വാഷിംഗ് മെഷീനിൽ എന്താണ് ഈ ഒരു സെയിം ആക്ഷൻ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ഡേർട്ട് ആയിട്ടുള്ള ക്ലോത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ക്ലോത്തിൽ നിന്ന് ഡേർട്ടിനെ റിമൂവ് ചെയ്യുന്നത് ഈ ഒരു എന്താണ് ചേണിങ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നമ്മൾ 8ാമത് പഠിക്കുന്ന മെത്തേഡ്, അടുത്ത മെത്തേഡാണ് ഇവാപറേഷൻ. എന്താണ് ഇവാപറേഷൻ? എന്താണ് ഇവാപറേഷൻ? ഇവാപറേഷൻ എന്ന് ചോദിച്ചാൽ എന്താ? ബാഷ്പീകരണം എന്നൊക്കെ നമുക്ക് പറയാം. നോക്കിക്കേ, a solid can be recovered from its solution by evaporating the solvent. ഇപ്പൊ എന്താണ്, ലായകത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്യുന്നു അല്ലെ? എന്താണ്, ലായകത്തെ ബാഷ്പീകരിച്ചുകൊണ്ട് അപ്പൊ അതിന്റെ ലായനിയിൽ നമുക്ക് എന്തെടുക്കാം? ആ ഒരു എന്താണ് അതിന്റെ ലായനിയിൽ നമുക്ക് അതിനെ വേർതിരിച്ചെടുക്കാം. ആ സോളിഡിനെ നമുക്ക് റിക്കവർ ചെയ്തു ഇല്ലേ? റിക്കവർ ചെയ്ത് എടുക്കുക. എന്താണ്? സോളിഡ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ ബൈ ഇവാപറേറ്റിംഗ് ദ സോൾവെന്റ്. ആ ഒരു സോൾവെന്റ് അല്ലേ, ആ ഒരു ലായകത്തെ നമുക്ക് ബാഷ്പീകരിച്ചുകൊണ്ട് ആ ഒരു സോളിഡിനെ നമുക്ക് അതിന്റെ ലായനിയിൽ നിന്ന് മാറ്റിയെടുക്കാം, വീണ്ടെടുക്കാം. A solution of salt in water when heated on flame for some time leaves a residue of the salt. അപ്പൊ എന്താണ്, നമ്മൾ ഉപ്പും വെള്ളവും കലർന്ന ആ ഒരു ലായനിയെ നമ്മളൊന്ന് ചെറിയ ചൂടിലേ ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ, ചെറിയ രീതിയിലൊന്ന് അതിനെ ചൂടാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് ഉപ്പ് അവശേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഇവാപറേഷൻ? ബാഷ്പീകരണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? എ സോളിഡ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ ബൈ ഇവാപറേറ്റിംഗ് ദ സോൾവെന്റ്. എന്താണ്, ഒരു ലായകത്തെ ഒരു സോൾവെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ബാഷ്പീകരിക്കുമ്പോൾ അതിന്റെ ലായനിയിൽ നിന്ന് നമുക്കൊരു സോളിഡിനെ വീണ്ടെടുക്കാം. മനസ്സിലായോ? ഇവാപറേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്താണ്? ഒരു സോളിഡിനെ നമ്മൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷനിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്? അതായത് ആ ഒരു ലായകത്തെ സോൾവെന്റിനെ ഇവാപറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ആ ലായനിയിൽ നമുക്ക് ആ ഒരു സോളിഡിനെ മാറ്റിയെടുക്കാം. അപ്പം 8ാമത്തെ മെത്തേഡാണ് എന്ത്? ഇവാപറേഷൻ. അടുത്ത മെത്തേഡ് നോക്കിക്കേ, ഡിസ്റ്റിലേഷൻ. എന്താണ് ഡിസ്റ്റിലേഷൻ? എന്താ ഡിസ്റ്റിലേഷൻ എന്ന് നോക്കാം. നോക്കിക്കേ, in distillation a liquid is vaporized by being boiled and the vapors are condensed and collected separately. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്റ്റിലേഷനിൽ ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ മാറ്റിയെടുക്കൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒരു ലിക്വിഡിനെ നമ്മൾ വേപ്പറൈസ് ചെയ്യുന്നില്ല, ഒരു ലിക്വിഡിനെ നമ്മൾ എന്താണ്, ഒരു ദ്രാവകം നമ്മൾ തിളപ്പിക്കുന്നു. തിളപ്പിക്കുമ്പോഴത്തേക്ക് അതിന്റെ വേപ്പേഴ്സ് ആർ കണ്ടൻസ്ഡ് ആൻഡ് കളക്ടഡ് സെപ്പറേറ്റ്. അപ്പൊ എന്താണ്, ആ തിളപ്പിക്കുമ്പോഴത്തേക്കും എന്താണ് അവിടുത്തെ നീരാവി ഇല്ലേ, നീരാവി ഘനീഭവിക്കുകയും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ശേഖരിക്കുകയും ചെയ്യാം. അത് നീരാവി ഘനീഭവിച്ചിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കളക്റ്റഡ് സെപ്പറേറ്റ് നമുക്ക് അതിനെ കളക്ട് ചെയ്യാനും പറ്റും. If the liquid is mixed with the solids, ഒരു സോളിഡ്സും ആയിട്ട് ഈ ഒരു ലിക്വിഡ് മിക്സ്ഡ് ആണെങ്കിലോ the solids do not vaporize. ആ സോളിഡ്സിനെ നമുക്ക് വേപ്പറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. Thus a liquid can be separated from a solid mixed with it. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു സോളിഡ്സ് അല്ലേ മിക്സ്ഡ് ആണ്, സോളിഡ് മിക്സ് ആണ് അല്ലേ, ലിക്വിഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം എ സോളിഡ് മിക്സ്. ഒരു സോളിഡ് മിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ദ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് എ സോളിഡ് ലിക്വിഡ് മിക്സ്ചർ. അപ്പോൾ എന്താണ്, നമുക്ക് ഹോമോജിനസോ അല്ലെങ്കിൽ ഹെറ്ററോജിനസോ ആയിട്ടുള്ള സോളിഡ് ലിക്വിഡ് മിക്സ്ചറിനെയൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ഏത് രീതി, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തുവാ നമ്മൾ ഡിസ്റ്റിലേഷനിൽ പറയുന്നത്, നമുക്ക് എന്താണ് ഒരു ലിക്വിഡിനെ വേപ്പറൈസ് ചെയ്യാം അല്ലേ. ലിക്വിഡ് ഈസ് വേപ്പറൈസ്ഡ് ബൈ ബീയിങ് ബോയിൽഡ്. നമുക്കൊരു ലിക്വിഡിനെ ഏതെങ്കിലും ഒരു ദ്രാവകത്തെ നമുക്ക് തിളപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യാം, വേപ്പറൈസ് ചെയ്യാം. തിളക്കുമ്പോഴത്തേനും നീരാവി ഘനീഭവിക്കുകയും അത് നമുക്ക് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നു. പക്ഷേ ലിക്വിഡ് മിക്സ്ഡ് വിത്ത് സോളിഡ്സ്, ലിക്വിഡ് ഒരു സോളിഡ്സുമായിട്ട് മിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് അതിനെ ഈ ഒരു രീതിയിൽ വേപ്പറൈസ് ചെയ്തില്ലേ തിളപ്പിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. Thus a liquid can be separated from a solid mixed with it. അപ്പോൾ എന്താണ്, നമുക്ക് ഒരു സോളിഡ്സുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യാം. അത് ഹെറ്ററോജിനസ് മിക്സ് ആയാലും ഹോമോജിനസ് മിക്സ് ആയാലും ഒക്കെ ഈ ഒരു രീതി ഫോളോ ചെയ്യാം. ഡിസ്റ്റിലേഷൻ ഇൻ ലബോറട്ടറി. ഇപ്പൊ ലബോറട്ടറിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിസ്റ്റിലേഷൻ നടത്തുന്നത്,
അതിന് നമുക്ക് നോക്കാം പിക്ചർ 5.11 നോക്കാമെങ്കിൽ കണ്ടോ ഒരു ജാർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്റ്റാൻഡിൽ അല്ലേ സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു ജാർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബോയിൽ ചെയ്യുന്ന പടമുണ്ട്. ഇപ്പുറത്ത് നമ്മളൊരു പാത്രം വെച്ചിട്ട് എന്താണ് ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഒരു കുഴൽ ഇതിലെ രണ്ടിലും കൂടെ ഈ ജാറിനെയും ആ ടെസ്റ്റ് ട്യൂബിനെയും കൂടെ ഒരു കുഴൽ വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ലബോറട്ടറിയിൽ ഡിസ്റ്റിലേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, distillation is done by setting up an apparatus as shown in figure 5.11. അപ്പോൾ ആ ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം ഡിസ്റ്റിലേഷൻ എങ്ങനെയാണ് ഈ ഒരു apparatus ഒക്കെ യൂസ് ചെയ്ത് നടത്തുന്നതെന്ന്. A solution of salt or sugar is taken in the flask. ഒരു ഫ്ലാസ്ക് എടുക്കുക, അതിനകത്ത് ഒന്നുകിൽ ഒരു സാൾട്ട് വാട്ടർ സൊല്യൂഷനോ ഷുഗർ വാട്ടർ സൊല്യൂഷനോ ചേർക്കുക. കണ്ടോ ഒരു ഫ്ലാസ്ക് വെച്ചേക്കുന്നു, അതിനകത്ത് ഒരു വെള്ളം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിക്ചറിൽ. The flask is heated gently so that the liquid boils. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫ്ലാസ്കിന്റെ അടിയിലൊന്ന് അല്ലേ ഒരു ചെറിയ തീ കൊടുത്തേക്കുന്നുണ്ടോ, അപ്പൊ ആ ഫ്ലാസ്ക് ചൂടാവുന്ന അതിനകത്തുള്ള വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. In no time water starts collecting in the test tube. അപ്പൊ എന്താണ് ആ വെള്ളം എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ട്യൂബിലേക്ക് കളക്ട് ചെയ്യാൻ തുടങ്ങുവാണ്. The water thus collected does not have the taste of salt or sugar. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്യുന്ന വാട്ടറിന് എന്താണ്, അതിനൊരു രുചിയും കാണത്തില്ല, ഉപ്പിന്റെ രുചിയും കാണത്തില്ല, എന്താണ് ഷുഗറിന്റെ രുചിയും കാണത്തില്ല. It is a pure and is called distilled water. അങ്ങനെ ലഭിക്കുന്ന ആ വെള്ളത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് വിളിക്കും. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്, നമ്മൾ ഈ സൊല്യൂഷൻ ഓഫ് എ സാൾട്ട് ഓർ ഷുഗർ ഈസ് ടേക്കൺ ഇൻ ദ ഫ്ലാസ്ക്. നമ്മൾ ലബോറട്ടറിയിൽ ഡിസ്റ്റിലേഷൻ ചെയ്യാൻ ആദ്യം നമ്മൾ എന്തായാലും ഒരു ഫ്ലാസ്ക് എടുത്തിട്ട് അതിനകത്ത് ഒന്നുകിൽ എന്താണ് ഷുഗർ വാട്ടർ മിക്സ് എടുക്കണം, അല്ലെങ്കിൽ എന്താണ് സോൾട്ട് വാട്ടർ മിക്സ് എടുക്കണം. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ആ ഫ്ലാസ്കിൽ നമ്മൾ ഒഴിച്ചിട്ട് ഫ്ലാസ്ക് ഒന്ന് ചെറിയ രീതിയിൽ ചൂടാക്കി കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് ആ ഫ്ലാസ്കിലുള്ള വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വെള്ളം ടെസ്റ്റ് ട്യൂബ് വഴി മാറ്റുകയും അല്ലേ, ആ മാറ്റുന്ന വെള്ളത്തിന് എന്താണ് ഒരു രുചിയും കാണത്തില്ല. ഉപ്പാണ് ചേർത്തെങ്കിൽ ഉപ്പിന്റെ രുചിയും കാണത്തില്ല, നമ്മൾ ഷുഗറാണ് ചേർത്തെങ്കിൽ ഷുഗറിന്റെ രുചിയും കാണത്തില്ല. നമുക്കൊരു ക്ലിയർ വാട്ടർ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ പ്യുവർ വാട്ടർ നമുക്ക് കിട്ടുന്നു. ആ വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. എന്താ വിളിക്കുന്നത്, ഡിസ്റ്റിൽഡ് വാട്ടർ. On distillation for some time, all the water is distilled out and a white residue of the salt or sugar is left in the flask. അങ്ങനെ എല്ലാ വാട്ടറും ഇല്ലേ ആ ഫ്ലാസ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത എല്ലാ വാട്ടറും ഇല്ലേ പ്യുവർ വാട്ടറായിട്ട് നമുക്ക് മാറ്റി കിട്ടുന്നു, ആ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി കിട്ടുന്നു. ബാക്കി അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു ഫ്ലാസ്കിൽ കുറച്ച് വൈറ്റ് റെസിഡ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഒന്നുകിൽ എന്തായിരിക്കും, സാൾട്ടിന്റെ ആയിരിക്കും. നമ്മൾ ഇട്ട് കൊടുത്തത് സാൾട്ട് ആണെങ്കിൽ സാൾട്ടിന്റെ അവശിഷ്ടമായിരിക്കും ബാക്കി ആ ഫ്ലാസ്കിൽ കാണുന്ന ഒരു വൈറ്റ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഷുഗർ ആയിട്ടെങ്കിൽ ഷുഗറിന്റെ അവശിഷ്ടമായിരിക്കും ആ ഫ്ലാസ്കിൽ ബാക്കി വരുന്നത്. നമ്മൾ ലബോറട്ടറിയിൽ എങ്ങനെയാണ് ഒരു ഡിസ്റ്റിലേഷൻ നടത്തുന്നത്, നമ്മളിപ്പോൾ ഒരു ഫ്ലാസ്ക് അല്ലേ, ഫ്ലാസ്ക് ടെസ്റ്റ് ട്യൂബ് ഒരു പാത്രം ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫ്ലാസ്കിലേക്ക് ഒന്നുകിൽ ഒരു വാട്ടർ ഷുഗർ മിക്സോ അല്ലെങ്കിൽ ഒരു സാൾട്ട് ഷുഗർ മിക്സോ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഫ്ലാസ്കിന്റെ അടിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണെങ്കിൽ വെള്ളം അല്ലേ അതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്ന ആ മിക്സ് ഏതാണോ അത് തിളയ്ക്കാൻ തുടങ്ങുകയും നമ്മൾ വാട്ടർ എന്തോ ചെയ്യുന്നു, വാട്ടർ മാത്രം പ്യുവർ വാട്ടർ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുകയും ചെയ്യും. ഒരു പ്യുവർ വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ എല്ലാ വാട്ടറും നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വാട്ടർ മാത്രം മാറ്റിയതിനു ശേഷം ആ ഫ്ലാസ്കിൽ കുറച്ച് വൈറ്റ് റെസിഡ്യൂ കാണും ഇല്ല, അത് ഒന്നുകിൽ നമ്മൾ ഒഴിച്ച സാൾട്ട് ആണെങ്കിൽ സാൾട്ടിന്റെ അവശിഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ ഷുഗറിന്റെ അവശിഷ്ടമായിരിക്കും അതിൽ ബാക്കി കിടക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ക്ലിയർ ആയോ? ഇത്രയും ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ക്ലിയർ ആയോ? അടുത്ത നോക്കിക്കേ, ഡിസൊല്യൂഷൻ ആൻഡ് ഇവാപ്പറേഷൻ. അടുത്ത മെത്തേഡ് എന്താണ്, ഡിസൊല്യൂഷൻ ആൻഡ് ഇവാപ്പറേഷൻ. ഡിസൊല്യൂഷൻ ആൻഡ് ഇവാപ്പറേഷൻ. Dissolution and evaporation. അപ്പോൾ ഈ ഒരു മെത്തേഡ് നോക്കിക്കേ, this method is useful when one consistent of a solid mixture is soluble in a solvent and other is not. അപ്പോൾ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ഒരു സോളിഡ് മിക്സ്ചറിൽ ഒരു കോൺസിസ്റ്റന്റ് ഒരു ഘടകം മാത്രം ഏതെങ്കിലും ഒരു
ലായകത്തിൽ ലയിക്കുകയും മറ്റേ ഘടകം ലയിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്യാം? ഡിസൊല്യൂഷൻ ആൻഡ് ഇവാപ്പറേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പൊ എന്ത് ടീച്ചർ പറഞ്ഞത്, നമുക്ക് ഏതെങ്കിലും ഒരു സോളിഡ് മിക്സർ തന്നേക്കുമ്പോൾ അതിലുള്ള ഒരു കോൺസിസ്റ്റന്റിൽ അതിലെ ഒരു ഘടകം ഏതെങ്കിലും ഒരു ലായകത്തിൽ ലയിക്കുകയും മറ്റേ ഘടകം അങ്ങനെ ലയിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡിസൊല്യൂഷൻ ആൻഡ് ഇവാപ്പറേഷൻ. മനസ്സിലായോ മക്കൾക്ക്? ഇനി അടുത്ത നോക്കി, എന്താണ് ക്രിസ്റ്റലൈസേഷൻ? എന്താണ് ക്രിസ്റ്റലൈസേഷൻ? While evaporating a solution, a stage comes when the amount of solvent become very little. എന്താണ്, നമ്മളൊരു സൊല്യൂഷനെ ഒരു സൊല്യൂഷനെ നമ്മൾ ഇവാപറേറ്റ് ചെയ്യുക, ബാഷ്പീകരിക്കുക, അല്ലെങ്കിൽ എന്താണ് അതിനെ ബാഷ്പീകരിക്കുമ്പോൾ a stage comes when the amount of solvent become very little. ഇപ്പൊ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷനെ ഇങ്ങനെ ബാഷ്പീകരിക്കുമ്പോഴത്തേക്ക് അതിന്റെ സോൾവെന്റിലെ ലായകത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. അങ്ങനെ കുറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും the solution is called a concentrated solution. അപ്പൊ ആ ഒരു ഘട്ടം വരുമ്പോൾ അതിനെയാണ് നമ്മൾ, ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് ടീച്ചർ പറഞ്ഞാൽ നമ്മൾ എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്നാണ് നോക്കുന്നത്. അപ്പൊ ക്രിസ്റ്റലൈസേഷൻ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഒരു സൊല്യൂഷനെ നമ്മൾ ഇങ്ങനെ ഇവാപറേറ്റ് ചെയ്തില്ലേ, ബാഷ്പീകരിക്കും. ആ നമ്മളിങ്ങനെ ബാഷ്പീകരിച്ചിരിക്കുന്ന സമയത്തും അതിനകത്തിരിക്കുന്ന സോൾവെന്റ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു 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 വരുന്നിട്ട് ആ ബാക്കി വരുമല്ലോ സൊല്യൂഷൻ, കുറഞ്ഞു വന്നിട്ട് ആ ബാക്കി വരുന്ന ഒരു കുറച്ച് അളവിലുള്ള സൊല്യൂഷൻ ബാക്കി വരുന്നു. അതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. While evaporating a solution, a stage comes when the amount of solvent become very little. നമ്മളൊരു സൊല്യൂഷനെ നമ്മളിങ്ങനെ ഇവാപറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും എന്താണ്, അതിലുള്ള സോൾവെന്റ് കുറഞ്ഞു വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സൊല്യൂഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. When it is allowed to cool slowly, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കുമ്പോഴല്ലേ ബാഷ്പീകരിക്കപ്പെടുന്നത്. അപ്പൊ അതിനുശേഷം ചൂടാക്കി ഇങ്ങനെ എന്താണ് ആ ഒരു സോൾവെന്റ് കുറഞ്ഞു വന്നു. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് തണുക്കാൻ വെക്കുന്നു. തണുക്കാൻ വെക്കുമ്പോഴത്തേക്കും crystals of substances dissolved starts separating. നമ്മൾ അതിനെ ഒന്ന് തണുക്കാൻ വെക്കുമ്പോഴത്തേക്ക് ആ ലയിച്ച പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? വേർപെടാൻ തുടങ്ങും. The process is called crystallization. അപ്പൊ ഈ പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തോ നമ്മൾ ക്രിസ്റ്റലൈസേഷനിൽ പറഞ്ഞത് എന്താണ്? ആദ്യം നമ്മൾ ഒരു സൊല്യൂഷനെ ഇവാപറേറ്റ് ചെയ്തില്ലേ, ബാഷ്പീകരിക്കുന്നു. അങ്ങനെ ബാഷ്പീകരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ആ നമ്മൾ ഒഴിച്ച സോൾവെന്റിന്റെ അളവ് കുറയുകയും ബാലൻസ് ഒരു എന്താണ് ഒരു കുറച്ച് സൊല്യൂഷൻ ആവുകയും ചെയ്യുന്നു. അപ്പൊ ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിച്ചത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചൂടാക്കിയ എന്താണ് ആ ഒരു സൊല്യൂഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞ് തണുക്കാൻ വെക്കുക. അപ്പൊ തണുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ എന്ത് ചെയ്യുന്നു? അങ്ങനെ തണുക്കുമ്പോഴത്തേക്കും ലയിച്ച പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? വേർപെടാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. It is used to obtain a substance in the pure state. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ ഒരു സബ്സ്റ്റൻസിനെ അതിനൊരു പ്യുവർ സ്റ്റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ക്രിസ്റ്റലൈസേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അടുത്ത നോക്കിക്കേ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് നോക്കാം. While dissolving the salt in water. അപ്പൊ എന്താണ്, നമ്മൾ ഉപ്പ് വെള്ളത്തിൽ എന്താണ് ഒരു while dissolving the salt in water. അപ്പൊ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ച് ഒരു മിശ്രിതം നമുക്ക് കിട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? You hated the mixture. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു മിക്സ്ചറിനെ ഉപ്പും വെള്ളവും കൂടെ കലക്കിയെടുത്ത് ആ ഒരു മിശ്രിതത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടാക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? There a connection between temperature and the amount of solute that can be dissolved in a solution. അപ്പൊ എന്താണ് ആ ഒരു ലയിപ്പിക്കാൻ കഴിയുന്ന താപനില, നമ്മൾ അതിനെ എന്ത് കൊടുത്തു? നമ്മൾ ആ ഒരു വെള്ളത്തെ ആ ഒരു മിക്സറിനെ നമ്മൾ എന്ത് ചെയ്തു? ചൂടാക്കി. അപ്പൊ അതിനെ ലയിപ്പിക്കാൻ കഴിയുന്ന ആ താപനിലയും അതിൻ്റെ അകത്തുള്ള ലായകത്തിന്റെ അളവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടോ? എന്തോ ടീച്ചർ പറഞ്ഞത്, ആദ്യം നമ്മൾ ഒരു വെള്ളവും ഉപ്പും കൂടെ കലർത്തി ഒരു മിശ്രിതം എടുക്കുന്നു, അതിനെ നമ്മൾ ചൂടാക്കുന്നു. എന്നാൽ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് there a connection between temperature and the amount of solute that can be dissolved in a solution? ഇപ്പൊ എന്താ ചോദിച്ചേക്കുന്നത്? ആ ഒരു ലായകത്തിലെ അതിനാണ് നമ്മളൊരു ആ ലായകത്തിന്റെ അളവും അതിനെ ലയിപ്പിക്കാൻ കഴിയുന്ന താപനിലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാ ചോദിച്ചത്. ഉണ്ട് ഇല്ലേ? Yes, there is. ഇല്ലേ, ഒരു ബന്ധമുണ്ട്. Only a certain amount of solute can be dissolved in a given
amount of solvent at a particular temperature. എന്താണ് പറയുന്നത്? ഒരു പ്രത്യേക ഊഷ്മാവിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത അളവിലുള്ള ഒരു ലായകത്തെ മാത്രമേ നമുക്ക് എന്താണ് ലയിപ്പിക്കാൻ കഴിയൂ. എന്താണ് ഒരു നിശ്ചിത അളവിൽ ലായകത്തെ മാത്രമേ നമുക്ക് ലയിപ്പിക്കാൻ കഴിയൂ. പിന്നെ എന്താണ്? This amount increase as you raise the temperature. ആ എമൗണ്ട് കൂടുന്തോറും ടെമ്പറേച്ചറും കൂടും അല്ലേ? ആ ഒരു തുക നമ്മൾ കൊടുക്കുന്ന ആ ഒരു തുക വർദ്ധിക്കുന്നതോറും ആ ഒരു എമൗണ്ട് ആ ഒരു ടെമ്പറേച്ചറിന്റെ എമൗണ്ടും കൂടി കൂടി വരും. നമ്മൾ എന്തോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മളൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനാദ്യം നമ്മൾ പറഞ്ഞ ഒരു സോൾട്ട് വാട്ടർ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സൊല്യൂഷനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? അതായത് നമ്മൾ ചൂടാക്കുന്നു. അപ്പൊ അവര് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു അതില് ആ ഒരു ലയിക്കാൻ കഴിയുന്ന താപനിലയും ആ ലായകത്തിന്റെ അളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്താണ് ആൻസർ പറഞ്ഞത്? യെസ്, there is. എന്താണ്? ഒരു ബന്ധമുണ്ട്. എന്താണ്? only a certain amount of solute can be dissolved in a given amount of solvent at a particular temperature. ഒരു നിശ്ചിത ഊഷ്മാവില് നമുക്ക് ഒരു നിശ്ചിത അളവിലുള്ള ലായകത്തെ മാത്രം നമുക്ക് എന്താണ് ലയിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. നോക്കിക്കേ, a solution is that not capable of dissolving any more solute at a given temperature is called a saturated solution. എന്താ പറഞ്ഞേക്കുന്നത്? a solution that is not capable of dissolving. എന്താണ്? ഒരു നിശ്ചിത ഊഷ്മാവിൽ കൂടുതൽ ലയിപ്പിക്കാൻ കഴിയാത്ത ഒരു പരിഹാരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എന്താണ്? ഒരു നിശ്ചിത ഊഷ്മാവിൽ കൂടുതൽ ലയിപ്പിക്കാൻ കഴിയാത്ത സൊല്യൂഷനെ അല്ലേ? അതിനെയാണ് അങ്ങനെ ഒരു നിശ്ചിത ഊഷ്മാവിൽ കൂടുതൽ ലയിപ്പിക്കാൻ കഴിയും, പക്ഷെ അങ്ങനെ ലയിപ്പിക്കാൻ കഴിയാത്ത സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, a solution that is not capable of dissolving any more solute at a given temperature അല്ലേ? ഒരു given ടെമ്പറേച്ചറിൽ ഒരു എന്താണ് സൊല്യൂഷനെ ഒരു സോള്യൂട്ടിനെ ലയിപ്പിക്കാൻ കഴിയാത്ത ഒരു നിശ്ചിത അളവ് നമുക്ക് ലയിപ്പിക്കാം, പക്ഷെ എന്താ അങ്ങനെ ലയിപ്പിക്കാൻ കഴിയാത്ത ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. a solution that is not capable of dissolving any more solute at a given temperature is called a saturated solution. മനസ്സിലായോ? എന്താണ്? ഒരു നിശ്ചിത ഊഷ്മാവിൽ കൂടുതൽ ലയിപ്പിക്കാൻ കഴിയാത്ത സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? How is common salt obtained from a sea water? Sea waterൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് എന്തുണ്ടാക്കുന്നത്? കോമൺ സാൾട്ട് ഉണ്ടാക്കുന്നത്. നോക്കിക്കേ, sea water is collected in shallow pits dug on the seashore. The heat of the sun makes the water evaporate. As you know, sea water contains salt, so we can call it a salt solution. അപ്പോൾ എന്താണ്? നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യുന്നു? കടൽ തീരത്ത് കുഴിച്ച ആഴമില്ലാത്ത കുഴികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കടൽവെള്ളം ശേഖരിച്ച് വെക്കുന്നു. അപ്പൊ സൂര്യന്റെ ചൂട് കൊണ്ട് ഈ വെള്ളം എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് അല്ലേ? ബാഷ്പീകരിക്കപ്പെടുന്നുണ്ട്. As you know, sea water contains salt. നമുക്കറിയാം അല്ലേ? കടൽ ജലത്തിൽ എന്താണ്? ഉപ്പാണുള്ളത്. As you know, sea water contains salt, so we can call it a salt solution. അപ്പോൾ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എന്താണ്? ഉപ്പ് മിശ്രിതം നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഉപ്പ് വെള്ളം എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. പിന്നെ ഉപ്പ് ലായനി എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. പിന്നെ when enough water has evaporated, the solution become concentrated. എന്താണ്? ആവശ്യത്തിന് വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? കോൺസെൻട്രേറ്റഡ് എന്ന് വിളിക്കൂലേ? കോൺസെൻട്രേറ്റഡ് എന്തെന്ന് വിളിക്കുന്നു? കോൺസെൻട്രേറ്റഡ് എന്ന് വിളിക്കുന്ന ആ സൊല്യൂഷനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് എന്ന് വിളിക്കും. Then the salt begin to crystallize. അപ്പോൾ സാൾട്ട് എന്താണ് തുടങ്ങുന്നു? ഉപ്പ് അങ്ങ് ക്രിസ്റ്റലൈസ് ചെയ്യാൻ തുടങ്ങുന്നു. The salt is further purified and mixed with a chemical called sodium iodide. അപ്പോൾ എന്താണ്? സാൾട്ട് അങ്ങനെ ശേഖരിച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യുന്നു. അതിനകത്ത് നമ്മളൊരു കെമിക്കൽ, അതായത് സോഡിയം അയഡൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ചേർത്ത് അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു. This mixture is iodized table salt. ആ ഒരു മിക്സറിനെയാണ് നമ്മൾ iodized table salt എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത്, കടൽ തീരത്ത് ചെറിയ ആഴമില്ലാത്ത കുഴികൾ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ കടൽവെള്ളം ശേഖരിക്കും. അപ്പൊ ആ കടൽവെള്ളം സൂര്യന്റെ ചൂടായിട്ട് എന്ത് ചെയ്യുന്നു? ബാഷ്പീകരിക്കപ്പെടുകയും അങ്ങനെ എന്താണ്? enough water has evaporated. നമുക്ക് എന്താണ്? enough ആയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ബാഷ്പീകരിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെ ക്രിസ്റ്റൽ എന്താണ്? കോൺസെൻട്രേറ്റഡ് എന്ന് വിളിച്ചു. പിന്നെന്താണ്? അതിനുശേഷം ആ സാൾട്ട് ഉപ്പ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ക്രിസ്റ്റലൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പം ഈ സാൾട്ട് അങ്ങനെ കിട്ടുന്ന
ഇനി ആ ഉപ്പിനെ നമ്മളത് വീണ്ടും പ്യൂരിഫൈ ചെയ്യുന്നത് എങ്ങനെ? ഒരു കെമിക്കൽ ആയിട്ടുള്ള സോഡിയം അയോഡൈഡ് എന്ന് പറയുന്നത് ചേർത്ത് നമ്മൾ അതിനെ ആ ഉപ്പിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ തുടങ്ങുകയും ആ മിക്സറിനെ നമ്മൾ അയോഡൈസ്ഡ് ടേബിൾ സാൾട്ട് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. സോഡിയം അയോഡൈഡ് കണ്ടെയ്ൻ അയഡിൻ. അപ്പൊ സോഡിയം അയോഡൈഡിനകത്ത് എന്താണുള്ളത്? അയഡിൻ ആണുള്ളത് അല്ലേ? The lack of iodine in our diet might cause us the disease goiter. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഗോയിറ്റർ എന്ന് വിളിക്കുന്നു. കടൽവെള്ളത്തിൽ how is common salt obtained from sea water? മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ കടൽജലത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുന്നതെന്ന്? ആ രീതി മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ന് നമ്മൾ താഴെ നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ച ഈ ഒരു മെത്തേഡിന്റെ എല്ലാം കുറച്ച് എന്താണ് സമ്മറിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഇല്ലേ, ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് ഈ ഹാൻഡ് പിക്കിംഗ് നമ്മൾ ചെയ്യുന്നത്? when the consistent are big in size and visibly different. അപ്പൊ നമുക്ക് സൈസ് ആ ഒരു പാർട്ടിക്കിൾസിന്റെ സൈസ് എന്താണ്, ആ ഒരു ഘടകത്തിന്റെ സൈസ് വലുതാണ്, അതുപോലെ നമുക്ക് പെട്ടെന്ന് എന്താണ് വിസിബിളി ഡിഫറെന്റ് ആണ്, നമുക്ക് കണ്ടത് മാറ്റാൻ പറ്റുന്ന സമയത്താണ് നമ്മൾ ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എക്സാമ്പിൾ എന്താണ്? സെപ്പറേറ്റിംഗ് സ്റ്റോൺ ഫ്രം റൈസ് ഇല്ലേ, അരിയിൽ നിന്ന് നമ്മൾ കല്ല് പറക്കി മാറ്റുന്നതാണ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചത്. രണ്ടാമത് പഠിച്ച മെത്തേഡ് വിൻബോയിങ് ആയിരുന്നു. വിൻബോയിങ്ങിൽ എന്താ ചെയ്തത്? when one consistent is light and other is heavy ഇല്ലേ, ഒരു ഘടകം ലൈറ്റും മറ്റൊരു ഘടകം ഹെവി ആവുന്ന സമയത്താണ് നമ്മൾ വിൻബോയിങ് മെത്തേഡ് ഫോളോ ചെയ്തത്. അതിന്റെ എക്സാമ്പിൾ എന്താ? സെപ്പറേറ്റിംഗ് ചാഫ് ഫ്രം ഗ്രെയിൻ ഇല്ലേ, നമ്മൾ ധാന്യങ്ങളിൽ നിന്ന് അതിന്റെ ഒരു തൊലി വേർതിരിച്ച് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. സീവിംഗ് നമ്മൾ എന്താ പഠിച്ചത്? when the particle size of the consistent are different. അപ്പൊ അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾ സൈസ് എന്താണ് ഡിഫറെന്റ് ആവുന്ന സമയത്താണ് നമ്മൾ സീവിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ബ്രൗൺ ഫ്രം ഫ്ലോർ ഇല്ലേ, നമ്മൾ മാവിൽ നിന്ന് അതിന്റെ ഒരു ഇത് മാറ്റുന്ന കാര്യം പറഞ്ഞു. സ്റ്റോൺ ഫ്രം സാൻഡ് ഇല്ലേ, മണലിൽ നിന്ന് ആ ഒരു കല്ല് മാറ്റുന്ന കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ, സോൾട്ട് മിക്സേഴ്സ് പറഞ്ഞപ്പോൾ മാഗ്നറ്റിക് സെപ്പറേഷൻ പറഞ്ഞു. അയണും പിന്നെന്താ നമ്മൾ പറഞ്ഞത്? സൾഫറും കൂടെ അതിന്റെ ഒരു മിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ അയണിനെ വേർതിരിക്കുന്നു. അതായത് when one of the constant is magnetic, ഒരു ഘടകം മാഗ്നറ്റിക് ആണെങ്കിൽ അതിനെ നമ്മൾ വേർതിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിസൊല്യൂഷൻ പറഞ്ഞു. ഡിസൊല്യൂഷൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? when one of the constant is soluble, ഒരു കോൺസിസ്റ്റന്റ് ഒരു ഘടകം ലയിക്കുന്നതാണെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് ഫോളോ ചെയ്യാം? നമ്മുടെ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യാം. എക്സാമ്പിൾ എന്താ? സെപ്പറേറ്റിംഗ് സാൾട്ട് ഓർ ഷുഗർ ഫ്രം സാൻഡ്. സാൻഡിൽ നിന്ന് നമ്മൾ ഒന്നുകിൽ എന്താണ് സാൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ നമ്മൾ വേർതിരിക്കുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഡിസൊല്യൂഷൻ പഠിച്ചായിരുന്നല്ലേ, ഡിസൊല്യൂഷൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്താണ് അടുത്ത് നോക്കിയത്? പിന്നെ നമ്മൾ പഠിച്ചത് സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ പറഞ്ഞു. അതിലെന്താണ്? when the mixture is heterogeneous, നമുക്ക് തന്നിരിക്കുന്ന മിശ്രിതം ഹെട്രോജനസ് ആണെങ്കിലാണ് നമ്മൾ സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ഡീകണ്ടേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാൻഡ് ഓർ ചോക്ക് ഫ്രം വാട്ടറിൽ നിന്ന് ഈ ഒരു നീക്കം ചെയ്യാൻ നമുക്കൊരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഫിൽട്രേഷൻ ഇന്ന് നമ്മൾ പഠിച്ചു. ചേണിങ് പഠിച്ചു ഇല്ലേ, when the mixture is homogeneous, നമുക്ക് തന്നിരിക്കുന്ന മിക്സർ ഹോമോജിനസ് ആണെങ്കിൽ നമ്മൾ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ചേണിങ് നമുക്ക് യൂസ് ചെയ്യാം. സെപ്പറേറ്റിംഗ് ക്രീം ഫ്രം മിൽക്ക്, മിൽക്കിൽ നിന്ന് എന്താണ് ക്രീം സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഡിസ്റ്റിലേഷൻ പഠിച്ചു. when the mixture is homogeneous or heterogeneous, നമുക്ക് തന്നിരിക്കുന്ന മിക്സർ ഒന്നുകിൽ ഹോമോജിനസ് ആകാം അല്ലെങ്കിൽ ഹെട്രോജിനസ് ആകാം. ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം സാൾട്ട് ഓർ ഷുഗർ, ഷുഗറിൽ നിന്നോ സാൾട്ടിൽ നിന്നോ വാട്ടർ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പഠിച്ച മെത്തേഡാണ്. ഡീകണ്ടേഷൻ എന്താണ്? when the liquids are immiscible, ലിക്വിഡ്സ് ഇമ്മിസിബിൾ ആവുന്ന സമയത്താണ് നമ്മൾ ഡീകണ്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ് അല്ലേ ഫോളോ ചെയ്യുന്നത്. ഓയിൽ ഫ്രം വാട്ടർ അല്ലേ, വെള്ളത്തിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഡീകണ്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. യൂസിങ് എ സെപ്പറേറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അപ്പൊ നമ്മൾ സെപ്പറേഷൻ ഓഫ് മിക്സർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മിക്സർ എന്താണെന്ന് സ്റ്റഡി ചെയ്തു, ടൈപ്പ് ഓഫ് മിക്സർ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഹീറ്റ് ഫോർ സെപ്പറേഷൻ ഇല്ലേ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഇങ്ങനൊരു നമുക്ക് ആ ഒരു തന്നേക്കുന്ന മിക്സറിൽ നിന്ന് കോൺസിസ്റ്റന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു 10 മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഹാൻഡ് പിക്കിംഗ് പഠിച്ചു, വിൻബോയിങ്, സീവിംഗ്, മാഗ്നറ്റിക് സെപ്പറേഷൻ, സെഡിമെന്റേഷൻ ആൻഡ് ഡീകണ്ടേഷൻ. പിന്നെ ഏതാ പഠിച്ചത്? ഫിൽട്രേഷൻ, പിന്നെ ചേണിങ്, ഇവാപ്പറേഷൻ, പിന്നെ ഡിസ്റ്റിലേഷൻ,
ഡിസൊല്യൂഷൻ ആൻഡ് ഇവാപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ ഈ ഒരു വീഡിയോയുടെ ബാക്കിൽ ആഡ് ചെയ്തേക്കാം. എല്ലാവരും നോട്ട്സ് എഴുതണം. അതിനുശേഷം എന്താണ് വോയിസ് മെസ്സേജ്, പഠിച്ച വോയിസ് മെസ്സേജ് ഇട്ട് തരണം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.